കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് അമിത്ഷായുടെ രണ്ടാം വരവ് കേരളത്തിലേക്ക്, ഇത് നമ്മൾ അത്ര നിസ്സാരമായിട്ടൊന്നും കാണരുത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിനു മുമ്പുള്ള ഈ അടിക്കടി അമിത്ഷായുടെ സന്ദർശനം പല കർമ്മ പദ്ധതികളും മുമ്പോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കുറി കേരളത്തിൽ വലിയ ഒരു നീക്കമാണ് BJP നടത്തുന്നത്. അത് കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ള ഒരിടപെടൽ തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും BJPക്ക് വളരെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 5 വർഷത്തിൽ കൂടുതലായി സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ അവർ വളരെ എംഫസൈസ് കൊടുക്കുകയാണ്. മുമ്പേ ശ്രമിക്കുന്നുണ്ടെങ്കിലും 5 വർഷമായിട്ട് അതിന് നല്ല നീക്കം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ കയ്യിലെടുത്ത ആ ഒരു സഖ്യം അവിടെ ഉണ്ടാക്കിയത്. തെലുങ്കുദേശം ഒറ്റയ്ക്ക് പിടിക്കാമെന്ന് വിചാരിച്ചാണ് മത്സരം നടത്തിയതെങ്കിലും അവർക്ക് ഒരുവിധം തെറ്റില്ലാത്ത വോട്ട് ഷെയറും കുറേ സീറ്റുകളും ഒക്കെ ലഭിച്ചു. തെലുങ്കുദേശം പാർട്ടി ഇനി ഭാവിയിൽ ഇന്ത്യ മുന്നണിയൊക്കെ വിട്ടേച്ച് ചിലപ്പോൾ BJPയുടെ ഒപ്പം വന്നേക്കാമെന്നുള്ള ഒരു ലൈനിലായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അണ്ണാമലൈയുടെ ഇറക്കി ഒരു പരീക്ഷണം നടത്തി വോട്ട് ശതമാനമൊക്കെ വർദ്ധിപ്പിച്ചു. അന്തസ്സായ ഒരു അലയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തി. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഇനി അവിടെ പയറ്റിയാൽ ഗുണമില്ല എന്ന് അമിത്ഷാ മോദി ടീമിന് മനസ്സിലായതുകൊണ്ടാണ് അവിടെയും എടപ്പാടി പളനിസ്വാമിയായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി AIDMK ഒരു മുന്നണിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും എൻട്രിയാണ്. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മുന്നണി പൊളിച്ചെഴുത്തൊന്നും വളരെ വേഗം നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ 2 മുന്നണിയിലും ഏതെങ്കിലും ഒന്നിൽ ചേർന്നുകൊണ്ടൊരു ഫൈറ്റിലേക്കുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല എന്നറിയാം. കാരണം ഇവിടെ ചാണകസംഖ്യ എന്നും സംഖ്യവിരുദ്ധരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ ഇടതും വലതും ഒരുപോലെ നീങ്ങുന്നത്. കാരണം അവരുടെ അപ്പോൾ ഇത്രയും നാള് BJP വിചാരിച്ചിരുന്നത് CPM-നെ പന പോലെ വളർത്തുകയും കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് നമ്മുടെ ഇലക്ഷൻ തന്ത്രത്തിൽ പ്രധാനമെന്നാണ്. പക്ഷെ അത് ഇപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി, അതായത് മുസ്ലിങ്ങളുടെ ശക്തി, അതോടൊപ്പം കുറേ ക്രിസ്ത്യൻസിൻ്റെയും ശക്തി, മൈനോറിറ്റി, പിന്നെ കുറച്ച് ഹിന്ദുക്കളുള്ളത് നമുക്ക് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അമിത്ഷായുടെ പുതിയ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-ൽ നിന്നും CPI-ൽ നിന്നുമൊക്കെ BJP-യിലേക്ക് നല്ല ഒഴുകിപ്പോൾ തന്നെ ഉണ്ട്. അത് കൂട്ടിക്കൊണ്ടുവരികയും യഥാർത്ഥ നമ്പർ 1 ഹിന്ദു പാർട്ടി BJP ആയിരിക്കണം എന്ന ഒരു സ്ട്രാറ്റജി കൊടുത്തു വിട്ടാണ് രാജീവ് ചന്ദ്രശേഖരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ അതിന് വേണ്ട കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ക്രിസ്ത്യൻ ഒരു മൈത്രി വന്നെങ്കിലും അത് പൂർണ്ണമായി ശോഭിച്ചില്ല. അത് ഇനിയും മെച്ചപ്പെട്ടു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ എന്നാൽ പോലും അതിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന വോട്ടുകൾ ലിമിറ്റഡ് ആണ്. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. BJPക്ക് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ഇടതിലെയും വലതിലെയും മാക്സിമം വോട്ടുകൾ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഹിന്ദു പാർട്ടി നമ്മളായി വരണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു 35ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന ഫൈറ്റ് ഉണ്ടാകണം. മറ്റ് ഒരു 15 മണ്ഡലത്തിൽ കൂടെ നല്ല മത്സരം, അങ്ങനെ ഒരു 50 മണ്ഡലങ്ങളിൽ കുറഞ്ഞത് ടൈറ്റ് ഫൈറ്റിനുള്ള ഒരു ശ്രമം, അതാണ് പ്രധാന ലക്ഷ്യം. അതുവഴി ഒരു 10 സീറ്റിൽ കുറയാത്ത അസംബ്ലി നേട്ടം, ഇതും മനസ്സിലുണ്ട്. 10 സീറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. 10 സീറ്റ് എന്ന് പറഞ്ഞാൽ LDF UDF കക്ഷികളിൽ ആർക്കെങ്കിലും ഒന്നുകിൽ പിന്തുണ അല്ലെങ്കിൽ മൗനസമ്മതമില്ലാതെ, BJPയുടെ മൗനസമ്മതമെങ്കിലും ഇല്ലാതെ മുഖ്യമന്ത്രിയാവാൻ കഴിയാത്ത സാഹചര്യം വരും. മൗനസമ്മതം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശിവൻകുട്ടി മോഡൽ അറിയാമല്ലോ. ശിവൻകുട്ടിക്ക് അന്ന് 1-2 സീറ്റിന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു മേയറാവാൻ. അതിന് പകരം പാൽക്കുളങ്ങര കൗൺസിലർ, BJP കൗൺസിലർ അശോക് കുമാർ അദ്ദേഹം പല സന്ദർഭങ്ങളിലും മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തെ നീക്കങ്ങൾക്കെല്ലാം തടയിട്ട് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആ മന്ത്രിസഭയെ പരിസമാപ്തി, പിന്നെ മേയർ സ്ഥാനത്തെ വിജയകരമായി പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അവർക്ക്. അതിൻ്റെ അതുപോലെ കേരള അസംബ്ലിയിൽ ഒരു 10 സീറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഡിഫറൻസാണ്. രണ്ടും കൂടെ 130 സീറ്റ് പിടിച്ചാൽ 10 സീറ്റ് ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിൽ
70 എത്താൻ ആർക്കെങ്കിലും ഒക്കെ കുറവ് വരാതിരിക്കില്ല. ആ കുറവ് ഒരു മൗനത്തിലൂടെ പരിഹരിക്കാൻ BJPക്ക് കഴിഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ പിന്തുണയിലേക്ക് അത് വരാൻ ഇപ്പോൾ കേരളത്തിലെ അറ്റ്മോസ്ഫിയറിൽ LDFO UDFO പെട്ടെന്ന് അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടേ അതിൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റൊരു ഗത്യന്തരമില്ല, കേരളത്തിൽ ഒരു ഭരണമില്ലാത്ത അവസ്ഥ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അന്നേരം ന്യായങ്ങൾ വന്നുകൂടായില്ല. എന്തായാലും ഈ കുറഞ്ഞ പക്ഷം ഒരു മൗനമായ ഗ്രൂപ്പായിട്ടെങ്കിലും നിന്നാൽ ഈ 130 സീറ്റിലായിരിക്കും പിന്നെ അവർ തമ്മിലുള്ള ശീതസമരത്തിൽ ആരാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് ആർക്കാണ്. ആ കൂടുതൽ സീറ്റുള്ള ആളിനെ കയറി വന്നാൽ രണ്ട് LDF ആണെങ്കിൽ UDFും BJPയോ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ UDF ആണെങ്കിൽ LDFും BJPയോ ഒക്കെ ചേർന്ന് താഴെ ഇറക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായാലോ എന്നൊക്കെയുള്ള നിഗമനങ്ങൾ ഉണ്ട്. അപ്പോൾ ഏത് വിധത്തിലായാലും 10 സീറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആര് അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. 10 സീറ്റ് കണിശമായി 10+ എന്നുള്ള ഒരു ഇതാണ് ഉള്ളിലിരിക്കുന്നത്. അവരതിൽ കൂടുതലായിരിക്കും പുറത്ത് പറയാൻ പോകുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം അമിത്ഷായുടെ വരവെന്ന് പറയുന്നത് ഈ ഒരു 100 ദിന കർമ്മ പദ്ധതിയുമായിട്ട്. അതെ, അപ്പൊ അത് തെരഞ്ഞെടുപ്പിലേക്കാണ്. അതെ, ഞാൻ ഈ പറഞ്ഞു വന്നത് അതിന്റെ ഒരു ബേസ് മാത്രമാണ്. അതായത് ഇപ്പോൾ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ അല്ല ഉദ്ദേശം. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യം അടിത്തറ കെട്ടിപ്പടുക്കണം. അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ 22,000 വരുന്ന വാർഡുകളിൽ എല്ലാ സ്ഥലത്തും BJP സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഒരു 300 പഞ്ചായത്തുകൾ പിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലൊരു 100 എണ്ണം എങ്കിലും നിശ്ചയമായിട്ടും അവർക്ക് മേൽക്കൈയുള്ള 300ഓളം പഞ്ചായത്തുകൾ അവർ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 100 എണ്ണം നിശ്ചയമായും BJP പിടിച്ചിരിക്കണം. അതിനുള്ള സ്ട്രാറ്റജി തയ്യാറാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കോർപ്പറേഷനുകൾ, തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷനുകളിൽ പിടിമുറുക്കാനും ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിന് താഴെ തട്ടിൽ ചില തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വികസനത്തിൻ്റെ ഒരു സേന തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ വാർഡ് തല വികസന സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആക്റ്റീവാക്കണം. അതുപോലെ ഇപ്പോൾ തമിഴ്നാടിന് കൊടുത്ത പാക്കേജ് പോലെ തന്നെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം CP രാധാകൃഷ്ണൻ വഴി കൊടുത്തല്ലോ. അതുപോലെ ആണ് നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ നമുക്ക് ഇങ്ങോട്ട് വിട്ടു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതടക്കമുള്ള പ്രചരണ പരിപാടികൾ ഇനി ഉണ്ടാവും. ഒപ്പം ചില വികസന പാക്കേജുകൾ കൂടി നമുക്ക് ലഭിച്ചുകൂടായില്ല. റെയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ എയിംസോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി അടുത്തതായിട്ട് വന്നുകൂടായില്ല. അപ്പോൾ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് വികസനത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ട് കേരളത്തിൽ വികസിക്കാനുള്ള ഒരു സാഹചര്യം വരണമെങ്കിൽ അത് BJP മാത്രമേ ഉള്ളൂ എന്നുള്ള മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ട് വരെ എത്തുന്ന ഒരു സന്ദേശം എത്തിക്കുന്ന ഒരു കർമ്മസേനയെ രൂപപ്പെടുത്തിയെടുക്കുന്ന 100 ദിന പരിപാടികൾ ഉൾപ്പെടെയുള്ളവയാണ് BJP പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിജയിച്ചു വന്നാൽ ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ തെളിവായിട്ടുള്ളത്. ഇപ്പൊ തിരുവനന്തപുരവും തൃശ്ശൂരും ഇവർ കോർപ്പറേഷൻ നോട്ടമിട്ടിട്ടുണ്ട്. അതെ, അത് തിരുവനന്തപുരം നമുക്കറിയാം കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ BJPക്ക് ഒരു വലിയൊരു അടിത്തറ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 15 മുനിസിപ്പാലിറ്റി കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതും ലക്ഷ്യം വെക്കുന്നു. ഇപ്പൊ പാലക്കാടും പന്തളവും നിലവിലുണ്ട്. ഇരിങ്ങാലക്കുട, അതുപോലുള്ള കൊടുങ്ങല്ലൂര്, വർക്കല, ഇതൊക്കെ അടുത്തടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ പ്രദേശങ്ങളിലെ പുതിയ മുന്നേറ്റങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അതുപോലെ തന്നെ യാതൊരു വിമത സ്വരവും ഇല്ലാതെ ഒന്നിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് രാജീവ് ചന്ദ്രശേഖരനെ ഇരുകൈയും ഒന്നിച്ച് നിർത്തി പിന്തുണ നൽകുക എന്നുള്ളതും എല്ലാവരോടും അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആവശ്യമായിരിക്കും. യാതൊരു വിധത്തിലുള്ള വിഭാഗീയതയ്ക്കും അവസരം കൊടുക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ട നീക്കം ഇവിടെ നടത്തണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ഒരു സന്ദേശമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തണം എന്ന് വിചാരിക്കുന്ന സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിലേക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോർഡിനേഷൻ അവർക്ക് തന്നെയായിരിക്കും. ആ പഞ്ചായത്തിലേക്ക് ഈ മണ്ഡലത്തിലേക്ക് ആരെയാണോ
ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഏകദേശം 10-30ഓളം മണ്ഡലങ്ങളിലേക്ക് അവർ വ്യക്തമായിട്ട് ഇന്നവർ എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അവരെ തന്നെയായിരിക്കും ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇൻചാർജ് ആയിട്ട് കൂടെ നിയോഗിച്ച് അവരുടെ ഒരു പൊതുജന പരിചയം അല്ലെങ്കിൽ ബന്ധപ്പെടൽ ഒക്കെ ഇതിനോടൊപ്പം നടക്കും. അതൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ കൂടിയായിട്ട് ഇതിനെ മാറ്റുക എന്നൊക്കെയുള്ള നിരവധി തന്ത്രങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. അതിനെല്ലാം ഒരു ദിശാമാർഗം നൽകാനും ശക്തി നൽകാനും അമിത്ഷായുടെ ഈ സന്ദർശനം ഇനി വരാൻ ഇരിക്കുന്ന പല സന്ദർശനങ്ങളും ഉപകരിക്കും. അതിലൊന്നാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.